ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. ആദ്യമായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളും ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഞങ്ങൾ ഈ പോകുന്നത് ഗവിയിലേക്കാണ്. വീട്ടിൽ നിന്ന് 4 മണിക്ക് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല ഉറക്കമായിരുന്നു. തലേ ദിവസം പെയ്ത മഴയിൽ ഞങ്ങൾ കരുതിയത് ട്രിപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്യാമെന്നായിരുന്നു. അത്ര നല്ല മഴയുണ്ടായിരുന്നു തലേ ദിവസം. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ രാവിലെ ഇറങ്ങി. ഈ പാസ് ചെയ്ത് പോകുന്ന എൻ്റെ സ്വന്തം നാടാണ് കിളിമാനൂർ. നമ്മുടെ സ്വന്തം നാട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ഒരു ചായയൊക്കെ കുടിച്ചു. കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് മോൻ സ്നാക്സ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ സ്നാക്സ് വാങ്ങിക്കാനായിട്ട് അവിടെ ഇറങ്ങി. തത്വമസി എന്നുള്ള സ്നാക്സ് കടയിൽ ഇറങ്ങി. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. നല്ല സ്നാക്സ് ആയിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരുന്ന വഴിക്കും അവിടെ ഇറങ്ങി സ്നാക്സ് വാങ്ങണമെന്നാണ് കരുതിയത്. പക്ഷേ തിരിച്ചു വരുന്ന വഴിയിൽ രാത്രി ആയതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ അതായത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റലും നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് ഇതിൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളായിരുന്നു. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശപ്പായി. സമയം ഒരു 7-7:30 മണിയാവുന്നതേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് വിശപ്പ് ഇത്തിരി കൂടുതലാണല്ലോ. അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ അടിച്ചു. ചേട്ടനും ഞാനും പെറോട്ടയും മോനൊരു ഇടിയപ്പമൊക്കെ വാങ്ങിക്കൊടുത്തു. അവിടെ നിന്ന് നമുക്ക് വാഷ് ചെയ്യുന്ന ഏരിയയിൽ കാണുന്നതായിരുന്നു കുറച്ച് വെള്ളത്തിൻ്റെത്. അതും നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡുമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും യാത്ര തിരിച്ചു. പിന്നീട് നമുക്ക് വേണ്ടത് പാസ്. ഗവിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു എൻട്രൻസ് പാസ് ഉണ്ട്. അത് നമുക്ക് ഓൺലൈൻ വഴി എടുക്കാം. അപ്പോൾ അതിന് അവിടെ ചെന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അത് ഞാനല്ല പോയത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. അപ്പോൾ ചേട്ടൻ പോയി ആ പാസിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വന്നു. അങ്ങോട്ട് പോയി ഫസ്റ്റ് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ യാത്ര ആരംഭിച്ചു. ഒരു 5-6 തോന്നുന്നു, 5ഓളം ചെക്ക് പോസ്റ്റുകളുണ്ട്. എല്ലായിടത്തും നല്ല ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഫുൾ വണ്ടി ഉൾപ്പെടെ ചെക്ക് ചെയ്താണ് അവർ വിടുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഫുഡ് നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് എന്തൊക്കെ ഫുഡ് വേണോ ആ ഫുഡെല്ലാം നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ ഫുഡെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. 1-2 ഇടങ്ങളിലൊക്കെ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെയും യാത്ര തിരിച്ചു. ഒരു 2:30-3 മണിയായപ്പോൾ നമ്മൾ ഗവിയിലെത്തി. നമ്മൾ വാങ്ങിക്കൊണ്ട് പോയ ഫുഡ് അവിടെ നിന്ന് നമ്മൾ കഴിച്ചത് നല്ല ഊണായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ അവിടുത്തെ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നുപോയി, കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗവിയിൽ നിന്ന് തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് തേക്കടിയിലേക്കാണ്. തേക്കടിയിലാണ് നമ്മൾ സ്റ്റേ എടുത്തത്. അവിടെ സ്പ്രിംഗ് വാലി എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നല്ല സൂപ്പർ റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റൂമിലെത്തി ഒന്ന് ഫ്രഷ് അപ്പ് ആയതിന് ശേഷം നമ്മൾ വീണ്ടും മെയിൻ കാര്യം ഫുഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി. നേരെ ഈ റിസോർട്ടിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കപ്സ ഓർഡർ ചെയ്തു, ഒരു ടെൻഡർ കോക്കനട്ട് ഓർഡർ ചെയ്തു. ഞങ്ങൾ കഴിച്ചു. സൂപ്പർ ഫുഡായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും റൂമിലെത്തി നന്നായിട്ട് കിടന്നുറങ്ങി. സത്യത്തിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇല്ലെങ്കിൽ പറയായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.